Hi, Namaste, welcome back viewers, welcome back to my channel Vintrade. കമ്മോഡിറ്റി മാർക്കറ്റിൽ അക്യുറേറ്റ് ആയിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് സിൽവറിൻ്റെ ഇന്നത്തെ മൊമെൻറ്റിലൂടെ കാണിക്കുന്നത്. സിൽവറിൻ്റെ ഇന്നത്തെ ചാർട്ടാണ്. 2 ദിവസമായിട്ട് മാർക്കറ്റ് ബൈ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് 5 മിനിറ്റ്സിൻ്റെയും 15-ൻ്റെയും ഞാൻ കാണിച്ചു തരാം. 5 മിനിറ്റ്സിലാണെങ്കിൽ നമുക്ക് സ്കാൽപ്പിംഗ് ട്രേഡാണ്, പെട്ടെന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ട്രേഡ് മിസ്, അടുത്ത ട്രേഡ് ഇവിടുന്നാണ് നമുക്ക് നെക്സ്റ്റ് എൻട്രി എവിടെ പിടിക്കണം എന്ന് കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് സോഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസ് തിരിച്ചറിഞ്ഞ് അക്യുറേറ്റ് ആയിട്ട് ട്രേഡ് എടുക്കാം, കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്യാം. എല്ലാ മാർക്കറ്റിലും നമ്മുടെ സോഫ്റ്റ്വെയറിൽ സപ്പോർട്ടറാണ്. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ലേറ്റസ്റ്റ് സൊല്യൂഷൻ്റെ ചാർട്ടാണ് ഈ കാണിക്കുന്നത്. അപ്പം ലേറ്റസ്റ്റ് സൊല്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാർ ചാർട്ടാണ്. സൈഡ് വേസ് കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. സ്ട്രോങ് ബ്രേക്കും ഫേക്ക് ബ്രേക്കും തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ സിൽവർ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ദിവസം, അതായത് 5th വന്നാൽ നമുക്ക് ബൈ ട്രേഡ് കണ്ടിന്യൂഷൻ ആണ്. ഗ്രീൻ കളർ അപ്പാരമാണ് ബൈ ട്രേഡ്, റെഡ് ആണ് സെല്ല്. അപ്പോൾ ഇതിൽ മുമ്പും നമുക്ക് ബൈ വന്നിട്ടുണ്ട്, ഈ ബൈ, പക്ഷേ ഇത് കറക്റ്റ് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. അത് പറയാൻ കാരണം നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ ഇന്നലെ നമുക്ക് ബൈ തന്ന സമയത്ത് നമുക്ക് അവിടെ സിഗ്നൽ വന്ന സമയത്ത് ആ ക്യാൻഡിൽ കളറും ആ താഴത്തെ കൺഫർമേഷൻ ബാർ രണ്ടും ഒരേ ലെവലിലേക്ക് വന്നു. ഇതിനു മുമ്പ് ബൈ വന്നപ്പം അവിടെ ഈ ലൈൻ മാത്രം ഗ്രീൻ ആകുന്നതല്ലാണ്ട് താഴെ മാറിയിട്ടില്ല. അപ്പോൾ അത് കൺഫേം ഇല്ല. അപ്പോൾ ഇന്നത്തെ സിഗ്നൽ വന്നപ്പോൾ, ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 5th വന്ന സിഗ്നൽ കണ്ടിന്യൂഷൻ ആണ്. 5th വന്ന സിഗ്നൽ നമുക്ക് താഴത്തെ കളർ അപ്പം തന്നെ കൺഫേമായി, ക്യാൻഡിൽ കളറും ഗ്രീനായി, റെസിസ്റ്റൻസിന് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്തു. അവിടുന്ന് മാർക്കറ്റ് കയറി, ഇന്നും അതേപോലെ കയറി പോയിട്ടുണ്ട് മാർക്കറ്റ്. ഇപ്പം മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഡൗൺ സൈഡ് നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ട്രേഡ് നമുക്ക് 5-ലും 1-ലും ബിയറിഷിലേക്ക് മാറി. പക്ഷേ നമുക്കിവിടെ സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ സ്ട്രോങ് ആയിട്ട് 15 മിനിറ്റ്സിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് സിൽവറിൽ നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിൽ എപ്പോഴും ആക്യുറേറ്റ് ആയിട്ട് ടൈം ഫ്രെയിം വരുന്നത് 15 ആണ് കുറച്ചുകൂടെ ആക്യുറസി. അപ്പോൾ 15 നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ചെറിയൊരു ഡിപ്പ് അടിക്കുന്നതല്ലാണ്ട് താഴെ മാറിയിട്ടില്ല. അതിനർത്ഥം സ്ട്രോങ് ആയിട്ട് ഡൗൺ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ്, ഇവിടെ ട്രെൻഡ് ചേഞ്ച് ആയതുകൊണ്ട് നമുക്കിവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വേണമെങ്കിൽ അവിടെ ഇറങ്ങാം. അപ്പോൾ ഇപ്പോഴത്തെ 15 മിനിറ്റ്സിലെ ട്രേഡ് വെച്ച് നോക്കുമ്പോൾ 15 മിനിറ്റ്സിൽ ഇവിടെ മാർക്കറ്റ് ചെറിയതായിട്ട് ഡൗൺ ഇറങ്ങിയെന്നേ കാണിക്കുന്നുള്ളൂ. നമുക്ക് താഴത്തെ കൺഫർമേഷൻ ബാർ അവിടെ ചേഞ്ച് ആകാത്തതുകൊണ്ട് ഇന്ന് മാർക്കറ്റ് പ്രോപ്പറായിട്ടൊരു ഡൗൺ സൈഡിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ട്രേഡ് നമുക്കിവിടെ ട്രെൻഡ് ചേഞ്ച് ആയതുകൊണ്ട് നമുക്കിവിടെ എക്സിറ്റ് അടിച്ചിട്ട് തിരിച്ച് രണ്ടാമതൊരു കയറ്റം കയറുമ്പോൾ നമുക്കവിടെ റീ എൻട്രി തരും. ആ സമയത്ത് ട്രേഡ് എടുത്താൽ മതി. ഇതൊരു പ്രോപ്പർ ഡൗണിലേക്ക് ആയിട്ടില്ല. പക്ഷേ നമുക്കവിടെ 5 മിനിറ്റ്സിലാണ് നമുക്കൊരു ഡൗൺ സൈഡ് വന്നിരിക്കുന്നത്. പക്ഷേ ആ ഡൗൺ സൈഡ് പെട്ടെന്ന് മാർക്കറ്റ് കയറിയിട്ട് ഒരു ഡിപ്പ് അടിച്ചാണ്. അവിടെ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റിസ്ക് ആണ്. പക്ഷേ നമുക്ക് ഈ സിഗ്നലിൽ കൺഫർമേഷൻ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ സപ്പോർട്ടോ റെസിസ്റ്റൻസോ കട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ട്രേഡ് ഇപ്പോൾ 5 മിനിറ്റ്സിലാണെങ്കിൽ നമുക്ക് ആ ട്രേഡ് എടുക്കണ്ട എന്നാണ് പറയുന്നത്. കാരണം കൺഫർമേഷൻ ഉണ്ടെങ്കിലും നമുക്ക് അവിടെ ബ്രേക്ക് ഔട്ട്, റെസിസ്റ്റൻസോ സപ്പോർട്ടോ കട്ട് ചെയ്തിട്ടില്ല. കാരണം ഇവിടെ സൈഡ് വേസ് വന്നതുകൊണ്ട് കൺഫർമേഷൻ വന്നതിന് ശേഷം ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് എടുത്താൽ മതി. സപ്പോർട്ട് കട്ട് ചെയ്യില്ല. സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാം. അത് മാത്രമല്ല സപ്പോർട്ട് നമുക്ക് സ്ട്രോങ് അല്ല, അത് കാരണം വെയിറ്റ് ചെയ്യാം. അത് മാത്രമല്ല ഇപ്പോൾ കാണിക്കുന്ന കളറ് സൈഡ് വേസ് കളറാണ്. അത് കാരണം അവിടെ ട്രേഡ് റിസ്കി ആണെന്ന് അവിടെ പറയുന്നുണ്ട്. നമുക്ക് അത് കാരണം സോഫ്റ്റ് അവിടെ എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് കളർ ചേഞ്ചും അവിടെ കാണിച്ചു തരും. അത് മാത്രമല്ല സിഗ്നൽ കറക്റ്റ് ലെവലിൽ കൺഫേം ആണെങ്കിൽ അടുത്ത ഞാൻ ട്രേഡ് എടുക്കാം. അപ്പോൾ അതല്ല, സൈഡ് വേസ് ക്യാൻഡിൽ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ റെസിസ്റ്റൻസിനെയോ സപ്പോർട്ടിനെയോ ബ്രേക്കിന് ശേഷം എടുത്താൽ മതി. അഥവാ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റിവേഴ്സ് പോകുന്നത് നമുക്ക് അവിടെ എക്സ്ട്രാ കളർ കാണിച്ചു തരും. അവിടെ നമുക്ക് എക്സിറ്റ് ചെയ്ത് വിടാവുന്നതാണ്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന മെത്തേഡ് ലൈവിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ലൈവിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുക. അതിന് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാവുന്ന സ്ട്രാറ്റജിയാണ് നമ്മൾ ലേറ്റസ്റ്റ് സൊല്യൂഷൻ 8.1. കൂടുതലും ആക്യുറസി 15 മിനിറ്റ്സിലാണ്. 15 മിനിറ്റ്സ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സിഗ്നൽസ് കാണിച്ചു തരും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ട്രേഡ് എടുക്കാനും നമുക്ക് വളരെ എളുപ്പമാണ്. ഓക്കെ, താങ്ക് യു.